ഷേമബുറഹു കാദീശോ ഹദലഹു ഷരീറോ ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശലോം പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് ഏകാന്ത താപസനായ യെശയ്യ എന്ന് പറയുന്ന ഒരു ഈഹിദായക്കാരൻ, അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: ഒരു സന്യാസി തൻ്റെ ആത്മാവിൻ്റെ കവാടങ്ങളായ ഇന്ദ്രിയങ്ങളെയെല്ലാം അടച്ചു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് വഴിതെറ്റാതിരിക്കുകയുള്ളൂ. തന്നെ അധീനതയിലാക്കുന്ന യാതൊന്നുമില്ലെന്ന് അറിയുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തും. അങ്ങനെ അത് അനശ്വരതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്കുള്ള ഉപദേശമാണ് ഈ ഏകാന്ത താപസൻ നൽകുന്നതെങ്കിലും കുടുംബജീവിതക്കാർക്കും ഏത് മേഖലയിൽപ്പെട്ടവർക്കും ആധ്യാത്മികമായി പരിപൂർണതയിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഏത് വ്യക്തിക്കും ഇത് സഹായകമാകും എന്നാണ് എൻ്റെ ചിന്ത. അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ആത്മാവിൻ്റെ കവാടങ്ങളായ ഇന്ദ്രിയങ്ങളെ അടച്ചു സൂക്ഷിക്കണം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പടിയായി അദ്ദേഹം പറയുന്നത് ഇതാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവ സായുജ്യം പ്രാപിക്കുവാനായി തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഉള്ള തീരുമാനമെടുക്കുമ്പോൾ ആ വ്യക്തിയെ എപ്പോഴും പിശാച് വളരെ ശക്തമായ രീതിയിൽ കൃപയിൽ നിന്ന് വീഴ്ത്തുവാനായി പരിശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ചെയ്യേണ്ടത് ഇതാണ്: ആത്മാവിൻ്റെ കവാടങ്ങളെക്കുറിച്ച് ആ വ്യക്തി അറിഞ്ഞിരിക്കണം. ആത്മാവ് സ്ഫടികം പോലെ നിർമ്മലമാണ്. അങ്ങനെ സ്ഫടികം പോലെ നിർമ്മലമായ ആത്മാവിനെയാണ് നാം കാക്ഷിക്കുന്നതെങ്കിൽ, വിശുദ്ധമായ ആത്മാവ് വേണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തെ നാം നിയന്ത്രിക്കണം. അതാണ് ആത്മനിയന്ത്രണത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഇദ്ദേഹം തരുന്നത്. ഈ ഏകാന്ത താപസനായ യെശയ്യാപ്രവൻ, ഈ ഹിദായക്കാർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവരൊറ്റയ്ക്ക് നിന്ന് എല്ലാ സമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ രക്തസാക്ഷികൾ, അതിനുശേഷം ഒരു 3, 4, 5, 6 നൂറ്റാണ്ടുകളിലൊക്കെ, ആ നൂറ്റാണ്ടുകളിലാണ് ഈ താപസ ശ്രേഷ്ഠന്മാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായി. കാരണം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും തയ്യാറായ ഒരു കൂട്ടം വ്യക്തികൾ, അവരാണ് ഇങ്ങനെ പുറപ്പെട്ടത്. അവർക്കറിയാമായിരുന്നു യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ, യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ട രക്തസാക്ഷികളാകുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ. ആ കാലത്ത് രക്തസാക്ഷിത്വം അങ്ങ് നിന്നുപോയ ഒരു കാലഘട്ടത്തിൽ അവർ തീരുമാനിച്ചു, ഞങ്ങളുടെ ജീവിതം ഞങ്ങളിതാ രക്തസാക്ഷിത്വമായി, അല്ലെ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്ന ഒരു ജീവിതം, യേശുക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം പോലെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിച്ചവരാണ് ഈ ഹിദായക്കാരൊക്കെ. അതിനുവേണ്ടിയുള്ള എന്ത് കഷ്ടപ്പാടുകളും സഹിക്കാം. യേശുവിൻ്റെ നാമത്തെ പ്രതി ഞങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കും. യേശുവിൻ്റെ നാമത്തെ പ്രതി ഞങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നു. യേശുവിൻ്റെ നാമത്തെ പ്രതി ഞങ്ങളുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് പരിത്യാഗത്തിൻ്റേതായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരെല്ലാം ഇറങ്ങിത്തിരിച്ചത്. ഈ ഏകാന്ത താപസനായ യെശയ്യായെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഫിലോക്കാലിയ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയ അല്പ വിവരങ്ങൾ ലഭിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിൽ അദ്ദേഹം സന്യാസിയായി ഇരുന്ന്, ഏകാന്തവാസിയായി ഇരുന്ന് കുറേ നാൾ അദ്ദേഹം ഏകാന്തവാസം അനുഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാലസ്തീനിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അന്നത്തെ സന്യാസിമാരുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് വിശുദ്ധ നാട്ടിൽ പോകണം. യേശുക്രിസ്തു ജനിച്ച, യേശുക്രിസ്തു ജീവിച്ച, യേശുക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ സ്ഥലത്ത്
അവിടെ അതേ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം കുറേ നാളുകൾ ഈജിപ്തിൽ തപസ് അനുഷ്ഠിച്ച ശേഷം പാലസ്തീനയിലേക്ക് പോയി. പാലസ്തീനയിലെ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരിച്ചതായിട്ടാണ് ക്രിസ്തീയ ചരിത്രന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. AD 491 ഓഗസ്റ്റ് മാസം 11-ാം തീയതി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ നമുക്ക് നൽകുന്നതായ വിവരം. അപ്പോൾ ഏകാന്തവാസികൾ അന്നുണ്ടായിരുന്നതുപോലെ ഈ കാലഘട്ടത്തിലും ഏകാന്തവാസികളുണ്ട്. ഒരിക്കൽ ഈജിപ്തിൽ ഞാൻ പോകുവാനായിട്ട് ഇടയായ സമയത്ത് ഈജിപ്തിലെ മോർ പൗലോ എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി ഉണ്ട്. അവിടെ സെൻറ്റ് പോൾസ് മൊണാസ്ട്രി. മോർ പൗലോയെക്കുറിച്ച് ആദ്യത്തെ ഈ ഹിദായക്കാരനാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അദ്ദേഹത്തെ അടക്കിയത് ദേറ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോർ അന്തോണിയോസിൻ്റെ കാലത്താണ് അദ്ദേഹം മരിച്ചത് എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മോർ പൗലോയുടെ മൊണാസ്ട്രി സെൻറ്റ് പോൾസ് മൊണാസ്ട്രി ഈജിപ്തിൽ സെൻറ്റ് പോൾസ് മൊണാസ്ട്രിയും സെൻറ്റ് ആൻ്റണീസ് മൊണാസ്ട്രിയും അടുത്ത മൊണാസ്ട്രികളാണ് ഈജിപ്തിൽ. അപ്പോൾ അവിടെ ചെന്നതായ സമയത്ത് തപസ് അനുഷ്ഠിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴും ഏകാന്തവാസികൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ മരുഭൂമിയിലെ പിതാക്കന്മാർ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ അവരോട് ചോദിച്ചു, എനിക്ക് ഒരാളെ കാണുവാനായിട്ട് സാധിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള റമ്പാച്ചൻ ഒരു ജീപ്പിൽ എന്നെ മരുഭൂമിയിലൂടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ജീപ്പ് എത്തുന്ന ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജീപ്പിന് പോകാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ നടന്ന് വേണം പോകാനായിട്ട്. അങ്ങനെ നടന്ന് ആ റമ്പാച്ചൻ എന്നെ കൊണ്ടുപോയി ഒരു വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേര് മക്കാറി എന്നാണ്. ആബുന മക്കാറി എന്ന അവർ സ്നേഹപൂർവ്വം വിളിക്കും. മക്കാറി അച്ഛൻ അല്ലെങ്കിൽ മക്കാറി റമ്പാച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി. വളരെ തീക്ഷ്ണം, വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കുന്ന വ്യക്തിയല്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഈ മരുഭൂമിയിൽ ജീവിക്കും? ഇതൊരു വലിയ അത്ഭുതമാണ്. മരുഭൂമിയിൽ, അതായത് നമ്മൾ ജനവാസമുള്ള സ്ഥലത്ത് നിന്ന് അകലെ മാറി അവിടെ നിന്നും ഒരു വണ്ടി എത്താവുന്ന അല്ലെ വാഹനങ്ങൾ എത്തുന്ന സ്ഥലത്തിന് എത്തിയിട്ട് വീണ്ടും നമ്മൾ നടന്നു പോയാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. ഈ പോകുന്ന വഴിയൊക്കെ റമ്പാച്ചൻ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മക്കാറി എന്ന് പറയുന്ന റമ്പാച്ചൻ. ഞാൻ ചോദിച്ചു, എങ്ങനെ ഈ മരുഭൂമിയിൽ ജീവിക്കും? ഈ മരുഭൂമിയിൽ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും? എവിടുന്നാണ്? ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല ഒരു സ്ഥലത്ത് എങ്ങനെ? അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എൻ്റെ ജീവിതം എന്ന്. യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു. ജീസസ് ഈസ് അലൈവ് ടുഡേ. അതാണ് യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. കാരണം ഒരു വ്യക്തിക്കും, ഒരു സാധാരണ വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ജീവിതമാണിത്. കാരണം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് അല്പനേരം സംസാരിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് മാത്രമല്ല, ഇതിൽ നിന്നും വീണ്ടും ദൂരെ കുറേ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മരുഭൂമിയിലെ പിതാക്കന്മാരായ സന്യാസി വര്യന്മാരുണ്ട്. അവരൊന്നും മനുഷ്യരെ കാണുക പോലുമില്ല, ആരെയും കാണുക പോലുമില്ല എന്ന് പറഞ്ഞു. കാരണം അവർ നിരന്തരം കർത്താവുമായി സമ്പർക്കത്തിലാണ്. അത് എത്രയോ സൗഭാഗ്യകരമായ ജീവിതമാണ് നാം മനസ്സിലാക്കണം. നിരന്തരമായി കർത്താവുമായുള്ള സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല. യേശുവുമായി ഒന്നായിത്തീരുക, പരിശുദ്ധ തൃത്വവുമായി ഒന്നായിത്തീരുക, മറ്റൊരാഗ്രഹങ്ങളും അവർക്കില്ല. അങ്ങനെ അവരിപ്പോൾ തന്നെ സ്വർഗീയ അനുഭവം. അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ മണ്ണിലാണ് ചവിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ മണ്ണിൻ്റെ കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ടത് സ്വർഗീയ കാര്യങ്ങളാണ്. വിണ്ണിലെ സൗഭാഗ്യം അല്ലെങ്കിൽ സ്വർഗീയ സൗഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ജീവിക്കേണ്ടതും അതിലാണ്. ഇന്നും അത് നമ്മളെ കൊള്ളിക്കുന്ന ഒരു ചരിത്രമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ ഹിദായക്കാർ എന്ന് സുറിയാനിയിൽ പറയുന്ന ഈ ഹിദോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്യാസി വര്യനായിരുന്ന ഈ യേശയ്യായുടെ ചിന്ത ഇങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു സന്യാസി തൻ്റെ ആത്മാവിൻ്റെ കവാടങ്ങളെ ആയ ഇന്ദ്രിയങ്ങളെ അടച്ചു സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ, പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാം. നമ്മുടെ കണ്ണുകളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. സ്നേഹത്തിൻ്റെ കണ്ണുകളോട് വേണം നമ്മൾ ഒരാളെ നോക്കുവാനായിട്ട്. അപ്പോൾ സ്നേഹം കണ്ണിലുണ്ട് എങ്കിൽ, ദൈവസ്നേഹം കണ്ണിലുണ്ട് എങ്കിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും മ്ലേച്ഛമായ ഒരു നോട്ടം നോക്കുവാനായിട്ട് സാധിക്കുകയില്ല. കണ്ണിനെ നിയന്ത്രിക്കുന്നു. അല്ലെങ്കിൽ മ്ലേച്ഛമായ രീതിയിൽ ഒരു സ്ത്രീയെ അഥവാ ഒരു പുരുഷനെ നോക്കുവാനായിട്ട് ദൈവസ്നേഹം നിറഞ്ഞ കണ്ണുകൾക്ക് സാധിക്കുകയില്ല. ഇനിയും ദൈവസ്നേഹം നിറഞ്ഞ ഒരു നാവിനും മ്ലേച്ഛത സംസാരിക്കുവാൻ പറ്റുകയില്ല.
അല്ലെ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റുകയില്ല, അല്ലെ പൊങ്ങച്ചത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാൻ സാധിക്കുകയില്ല. കാരണം നാവിലേക്ക് ദൈവസ്നേഹം നിറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സന്യാസി വര്യന്മാരുടെ ജീവിതം നമുക്ക് മാതൃകയായി നാം എടുക്കണം. അദ്ദേഹം പറയുകയാണ്, തൻ്റെ ആത്മാവിൻ്റെ കവാടങ്ങളായ ഇന്ദ്രിയങ്ങൾ, അത് ഈ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആത്മാവ് സ്ഫടികം പോലെ വിശുദ്ധമാകണം. അപ്പോഴാണ് ആ വിശുദ്ധമായ ആത്മാവ് ദൈവവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥയിലെത്തുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊക്കെ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടി, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇതാണ്. അങ്ങനെ കണ്ണിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നാവിനെ നിയന്ത്രിക്കാത്ത വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുകയാണ്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അപ്പോൾ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ അത് സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളായി മാറും. അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, അറിയാമല്ലോ. പരിശുദ്ധാത്മാവാണ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ അയാളുടെ ജീവിതം അയാളൊരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുകയാണ്. പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ, എങ്കിലും പഴയ മനുഷ്യൻ്റെ പ്രചോദനങ്ങളും പഴയ മനുഷ്യൻ്റെ ചിന്തകളുമൊക്കെ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ സന്യാസി തരുന്ന ഉപദേശം, ആത്മാവിൻ്റെ കവാടങ്ങളായ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടച്ചു സൂക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഇന്ദ്രിയങ്ങളെ അടച്ചു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് വഴിതെറ്റിപ്പോവുകയില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് വഴി തെറ്റുകയില്ല. കാരണം അയാൾ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അയാളിൽ. അയാളുടെ ലക്ഷ്യം യേശുക്രിസ്തുവാണ്. അയാളുടെ നോട്ടം യേശുക്രിസ്തുവിലേക്കാണ്. അതുകൊണ്ട് തന്നെ അധീനതയിലാക്കുന്ന യാതൊന്നുമില്ലെന്നറിയുന്ന മനസ്സാകും അത്. മറ്റൊന്നിനും തന്നെ അധീനതയിലാക്കുവാൻ സാധിക്കില്ല. കാരണം തന്നെ അധീനനാക്കിയിരിക്കുന്നത് കർത്താവാണ്. എന്ന് പറഞ്ഞാൽ താൻ തന്നെ പരിപൂർണമായി കർത്താവിന് സമർപ്പിക്കുകയാണ്. അയാൾ തൻ്റെ ശരീരത്തെ മുഴുവൻ കർത്താവിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിവസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6:19 നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. നിങ്ങളുടെ ശരീരം, ആ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ ശരീരത്തെ നമ്മൾ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാതെ നമ്മൾ പറയുകയാണ് എനിക്ക് ആത്മസായുജ്യം നേടണമെന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്ത് അർത്ഥമാണ് അതിലുള്ളത്? അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിനെയോ എൻ്റെ നാവിനെയോ നിയന്ത്രിക്കാതെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ദൈവം തരുന്ന ആഗ്രഹമാണ്, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം. എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്, ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ വീണു പോവുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഏകാന്തവാസി തരുന്ന ഉപദേശം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ കണ്ണിനെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ കണ്ണിലൂടെ ദൈവസ്നേഹം നമ്മൾ നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ നോട്ടമായി മാറുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ സംസാരമായി മാറുന്നു. നമ്മൾ കേൾക്കുമ്പോൾ അത് സ്നേഹത്തിനല്ലാതെ ഉള്ള സംസാരങ്ങളൊക്കെ നമ്മളെ അസഹ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ ചിന്തകൾ അത് സ്നേഹത്തിൻ്റെ ചിന്തകളായി മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് തൻ്റെ അധീനതയിലാക്കുന്ന മറ്റ് യാതൊന്നുമില്ല, പിശാചിന് തന്നെ കീഴടക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ചിന്ത അവനിലേക്ക് വരുന്നു. അവൻ ഇന്ദ്രിയങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിർത്തിക്കിട്ട് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അത് പറയുകയാണ്, ഏകാന്ത താമസനായ യെശയ്യാ പറയുകയാണ്, അനശ്വരത എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് അത് പരിശ്രമം എന്ന് പറഞ്ഞാൽ സ്വർഗം ആണ് ലക്ഷ്യം. സ്വർഗരാജ്യം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക്, ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം ആണ് ചിന്ത. അദ്ദേഹം പറയുകയാണ്, ചിന്തകളുടെ സ്വഭാവം അറിയുന്നവൻ ദുഷ്ട ചിന്തകളെ തിരിച്ചറിയും. അപ്പം ചിന്തകളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ചിന്തകൾ തെറ്റിലേക്ക് നയിക്കുന്ന ചിന്തകളുണ്ട്, നന്മയിലേക്ക് നയിക്കുന്ന ചിന്തകളുണ്ട്.
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതായത് പരിശുദ്ധാത്മാവ് എന്നെ, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി അവിടെ ഇല്ലാതായി മാറിയിട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അതിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു ദൈവരാജ്യത്ത്. അപ്പോൾ അതെല്ലാം ദൈവരാജ്യത്തിൻ്റെ രാജ്യം. ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ്, എൻ്റെ രാജ്യം. പലപ്പോഴും ഈ ബിസിനസ് ലോകത്ത് ഉള്ളവരെക്കുറിച്ച് പറയാം, അവരവരുടെ ബിസിനസ് വേൾഡ് വലുതാക്കണമെന്ന് ആഗ്രഹിക്കും. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതാണ്, എൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം വികസിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമാണ്. അത് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. മരുഭൂമിയിലെ പിതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് 100% അറിവുണ്ടായിരുന്നു, 100% ബോധ്യമുണ്ടായിരുന്നു. അവരിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ബോധ്യത്തിലേക്ക് എത്തുവാൻ ഇടയാകട്ടെ. അവർ കണ്ണുകളെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ കാതുകൾ, അവർക്കറിയാം പരിശുദ്ധാത്മാവാണ് അവരെ സഹായിക്കുന്നത്. ഒരു മനുഷ്യനും സ്വന്തമായി എന്തെങ്കിലും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ വരുന്നത് അത് നമ്മൾ ചെയ്യുന്നതാകാതെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ കൃപയൊഴുകുകയും ദൈവരാജ്യം വികസിതമാവുകയും ചെയ്യും. അതാണ് ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യമെല്ലാം നമ്മളെപ്പോഴും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, നിൻ്റെ രാജ്യം വരണമേ, ദൈവരാജ്യം വരണം, ദൈവത്തിൻ്റെ ഇഷ്ടം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന തെറ്റായി പോകുന്നത്, നമ്മുടെ ഇഷ്ടം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവരാജ്യം വികസിക്കുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം വികസിക്കും. ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവരാജ്യം വലുതാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെയും എന്നിലൂടെയും പ്രവർത്തിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഈ ഏകാന്ത താപസന്മാർ അവരെ തന്നെ സമർപ്പിച്ചതുപോലെ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ അവർ സമർപ്പിച്ചു, അവരുടെ ബുദ്ധിയെ അവർ സമർപ്പിക്കുകയാണ്, അവരുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുക. അതാണ് വീണ്ടും ഏകാന്തസ്ഥൻ യേശയ്യാ പറയുകയാണ്, ദൃശ്യവസ്തുക്കളെക്കുറിച്ചുള്ള ആഗ്രഹം, അതിൽ നിന്ന് മനസ്സ് മോചനം നേടിയാൽ മാത്രമേ നിങ്ങളിലെ പാപം നശിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്ന വസ്തുക്കളെല്ലാം സ്വന്തമാക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്ന് നിലയ്ക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, നമ്മുടേതായ പ്രവർത്തനങ്ങൾ നമ്മൾ പലതും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങൾ, നമ്മുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഉള്ള ആഗ്രഹം എന്ന് നിലയ്ക്കുന്നുവോ അന്ന് എന്ത് സംഭവിക്കുന്നറിയോ? ദൈവം നമ്മെ പ്രവർത്തിക്കാൻ തുടങ്ങും. പലപ്പോഴും ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുകയാണ്, നമ്മളങ്ങ് പ്രവർത്തിക്കുകയാണ്, നമ്മൾ പറയുകയാണ്, നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്തിട്ടില്ല, നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ദൈവത്തിന് സംസാരിക്കാൻ സമയമില്ല, അല്ലെ ഇടം കൊടുക്കുന്നില്ല. നമ്മൾ പ്രവർത്തിക്കുകയാണ്, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ആത്യന്തികമായി ദൈവത്തിനാണ് മഹത്വം നൽകപ്പെടുന്നത്. നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ പറയും അത് ക്രെഡിറ്റ് നമുക്കാണ്, ദൈവം പ്രവർത്തിച്ചാൽ അത് ക്രെഡിറ്റ് ദൈവത്തിനാണ്. അപ്പോൾ നമ്മുടെ നാമം മഹത്വപ്പെടണമോ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമോ? ഇതാണ് ചോദ്യം. എന്തായാലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായി, ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുവാനായി ഈ ഹിദായക്കാരിലൂടെ പ്രവർത്തിച്ചതുപോലെ നമ്മിലൂടെയും പ്രവർത്തിക്കുവാൻ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കണം. അതാണ് യേശയ്യാ നൽകുന്ന രണ്ടാമത്തെ ഉപദേശം. ആഗ്രഹത്തിൽ നിന്ന് മനസ്സ് മോചനം. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ദൈവികമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ രക്ഷപ്പെടണം, എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ മാനുഷികമായ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റേതായ ആഗ്രഹങ്ങളാണ്. എനിക്ക് ഈ ലോകത്തിൻ്റേതായ കാര്യങ്ങൾ വേണം, സമ്പത്ത് നേടണം, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകണം. അതൊന്നും വേണ്ടെന്നല്ല, സമ്പത്ത് വേണ്ട, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകണം, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ഇനിയും ഹിദായക്കാരനായ യേശയ്യാ ഒരു സൊല്യൂഷൻ, അതായത് നമ്മളെല്ലാം ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാനാകാതെ സ്ട്രഗിൾ ചെയ്യുന്ന അവസരത്തിൽ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് പറയുകയാണ്. ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ
പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസ്മരണയാണ് അതിനുള്ള പരിഹാരം. ദൈവസ്മരണ നിങ്ങളിലുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ദൈവത്തെ ഓർക്കുന്ന അവസ്ഥ നിങ്ങളിലുണ്ട് എങ്കിൽ പാപം നിങ്ങളെ കീഴടക്കുകയില്ല, അല്ലെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്തിരിയുവാൻ സാധിക്കും. ഇതാണ് നമുക്ക് പറയാനിരുന്നതായ കാര്യം. ഏകാന്ത താമസനായ യേശയ്യ നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവസ്മരണയാണ് നമ്മെ ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്നത്. ഇന്ദ്രിയ മോഹങ്ങളെ കീഴടക്കണമെങ്കിൽ ദൈവസ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുകയാണ്. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ അവിടെ ഈ ദൈവസ്മരണയെക്കുറിച്ച് തോബിത്ത് പറയുന്നത്, തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ തടവുകാരനായി ഞാൻ എത്തിയ സമയത്ത് എൻ്റെ സഹോദരന്മാരും ബന്ധുക്കാരും എൻ്റെ റിലേറ്റീവ്സൊക്കെ എന്ത് ചെയ്തു? വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം പറയുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് എനിക്ക് പാപം ചെയ്യുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്മരണ നമ്മെ പാപങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കും. ഒരു പാപം ചെയ്യാനായിട്ട് പോവുകയാണ്, ആ സമയത്ത് പെട്ടെന്ന് ദൈവസ്മരണ വന്നാൽ നമ്മൾ പാപത്തിൽ നിന്ന് പിന്തിരിയും. നമ്മളൊരാളെ കുറ്റം പറയാനായിട്ട് നമ്മൾ ഓർക്കുകയാണ്. പെട്ടെന്ന് ദൈവസ്മരണ വന്നാൽ നാം ആ പരദൂഷണത്തിൽ നിന്ന് നമ്മൾ പിന്മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് ആ കൃപ തരുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ദൈവസ്മരണയാണ് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ തക്ക കൃപ നമ്മിലേക്ക് വരും. അപ്പോൾ ദൈവസ്മരണ, എപ്പോഴും ദൈവത്തെ ഓർക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകുവാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കണം, ദൈവസ്മരണ നമ്മിലുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കുന്ന അവസ്ഥ പരിശുദ്ധ അമ്മ ചെയ്തത് അതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ മാതാവ് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സ്മരണ നമ്മിലുണ്ടാകണമെങ്കിൽ ഇതാ നമുക്ക് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മാതാവ് സമർപ്പിച്ചു, കർത്താവേ എനിക്കെപ്പോഴും അവിടുത്തെ സ്മരണ തരണം. കാരണം നമ്മൾ തന്നെ ഓർക്കാൻ ശ്രമിച്ചാൽ ഓർക്കുകയില്ല. നമ്മുടെ ഓർമ്മകൾ പലപ്പോഴും നമ്മുടെ ബന്ധുക്കാരെക്കുറിച്ചായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കളെക്കുറിച്ചായിരിക്കും, നമ്മൾ സ്നേഹിക്കുന്നവരെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ വസ്തുക്കളെക്കുറിച്ചായിരിക്കും നമ്മുടെ സ്മരണ. ദൈവസ്മരണ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ, നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ ചിന്തകളെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ താമസനായ യേശയ്യ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക, അത് ദൈവസ്മരണയുടെ അതാണൊരു പരിഹാരമായി കണ്ടത്. ദൈവസ്മരണയിൽ എപ്പോഴും ജീവിച്ച വ്യക്തികളാണ് അവരേത് പറയുമ്പോൾ അത് നമ്മിലേക്ക് കയറുന്നുവെങ്കിൽ, നമ്മളെ സ്പർശിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ദൈവസ്മരണയിൽ ജീവിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ആ ദൈവസ്മരണയിൽ ജീവിച്ച അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മിലേക്ക് വരുന്ന പാപങ്ങൾ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും അതോടൊപ്പം തന്നെ ഈ ഇന്ദ്രിയമോഹങ്ങളെ കീഴടക്കുവാൻ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ കവാടങ്ങളായ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവസ്മരണയാണെന്നുള്ള ബോധ്യത്തിലെത്തുവാനും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ കർത്താവേ, ഞങ്ങൾ ദൈവസ്മരണ എന്ന പുണ്യം തരണമേ. ഐഹിതായക്കാരനായ യേശയ്യ ഒരു മറുമരുന്നിനെ പോലെ ഞങ്ങൾക്ക് തരുന്ന ഒരു പരിഹാര മാർഗമാണല്ലോ ദൈവസ്മരണ. പലപ്പോഴും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഞങ്ങൾ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഞങ്ങളുടെ പാപങ്ങൾക്ക് കാരണം എന്ന് കാട്ടിത്തരുന്നതിനായി ഞങ്ങൾ അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ കൃപയിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ചിന്ത, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ എന്നെ തന്നെ എപ്പോഴും കീഴടക്കുന്നു എന്നുള്ള ആ വചനം, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിച്ച ഞാൻ നാശത്തിലേക്ക് പോകാതിരിക്കുവാൻ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുന്നു എന്ന ആത്മനിയന്ത്രണത്തിൻ്റെ ചിന്ത.
അതിനുവേണ്ടി എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ സഹായിക്കുന്ന ദൈവസ്മരണ. എപ്പോഴും അത്തോബിത്ത് പറഞ്ഞതുപോലെ എപ്പോഴും ദൈവസ്മരണ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഞങ്ങളുടെ ആത്മാക്കളിൽ നിക്ഷേപിച്ച് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവായ കന്യാമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. Somebody